ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമ്മുടെ ജിസേലിനും അതുപോലെ ഒനീൽ സാബുവിനും കിട്ടിയത് 7ന്റെ പണി തന്നെയാണ്. ജയിൽ ടാസ്കിലേക്ക് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു മൂന്നാമത്തെ ആഴ്ച പറഞ്ഞയച്ചിരിക്കുന്നത് ജിസേലിനെയും ഒനീൽ സാബുവിനെയാണ്. ഹൗസിലെ മൊത്തം പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മോശം പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരെക്കാളും മോശമായിട്ടുള്ളവർ പലരും അവിടെ ഉണ്ട്. ചെറുതായിട്ടൊരു ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ജിസേലിനെയൊക്കെ മറ്റു പലരും ഗ്രൂപ്പിലുള്ളതല്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിസത്തിന്റെ അടിസ്ഥാനത്തിലല്ല മുന്നോട്ട് പോകുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ജിസേലിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിലുള്ളവരൊക്കെ തന്നെ ജിസേലിനെയും കൂടെ ഈ ഒരു ജയിൽ ടാസ്കിലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. തൽക്കാലം കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പണിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു വരും എന്നൊക്കെയുള്ള രീതിയിൽ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടൊക്കെയാണ് പറഞ്ഞയച്ചത്. എന്നാൽ ജയിൽ ടാസ്കിൽ ബിഗ് ബോസ് 8ന്റെ പണി ഇവർക്ക് കൊടുത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, ജയിൽ ടാസ്കിൽ ഇവർ സമയം പറയുക എന്നാണ്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവരോട് സമയം പറയുകയും ഇനി മുതൽ നിങ്ങൾ സെക്കൻഡ്സ് ബൈ കൗണ്ട് ചെയ്യുകയും രണ്ട് ഇരുമ്പ് കമ്പികൾ കൈ കൊടുത്തിട്ട് സെക്കൻഡ്സ് ആകുന്നതിനനുസരിച്ച് ഓരോ സെക്കൻഡ്സും കൊട്ടിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ഓരോ മിനിറ്റും കൗണ്ട് ചെയ്യുക, ഓരോ മണിക്കൂറും മാർക്ക് ചെയ്യുക. അങ്ങനെ ബിഗ് ബോസ് നേരം വെളുക്കുമ്പോൾ സമയം ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് സമയം പറയുകയും ഒരു 3 മിനിറ്റ് കൂടുതൽ വ്യത്യാസം ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല, അതുപോലെ തന്നെ ആ ടാസ്കിൽ ഫെയിൽഡ് ആകുന്നതായിരിക്കും. ലാലേട്ടൻ വരും വരെ അവർ ജയിലിൽ തുടരേണ്ടിയും വരും. അപ്പോൾ അതൊരു കട്ടി കൂടിയ ഒരു ടാസ്ക് തന്നെയായിരുന്നു അവരെ സംബന്ധിച്ച്. രാത്രിയിൽ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഒരു 5-6 മണിക്കൂർ അടുത്ത് എന്തോ അവര് രാത്രിയിൽ 1:30 വരെയൊക്കെ എപ്പിസോഡിൽ കാണിക്കുന്ന ആ ഒരു സമയം വരെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ആ ഒരു എപ്പിസോഡിന്റെ ലാസ്റ്റ് പോർഷനിൽ അവർ ഉറങ്ങാൻ കിടക്കുകയാണ്. പിന്നീട് അവർ മോർണിംഗ് എണീറ്റ് വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ പോലും അവരത് കംപ്ലീറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ വരുന്നത് വരെ അവർ ജയിലിൽ തന്നെ തുടരേണ്ടി വരും. അപ്പൊ ബിഗ് ബോസ് എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത്? അപ്പൊ കണ്ടന്റുകൾ കുറവുള്ള ഒരു സീസൺ ആയതുകൊണ്ട് ബിഗ് ബോസ് എന്താണെങ്കിലും അവരെ പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഇവരൊരു ടാസ്കുകളും പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടും ഒരു സീരിയസ്നെസ്സോടുകൂടി ഒരു ടാസ്കുകളും അവർ കാണാത്തത് കൊണ്ടും ബിഗ് ബോസും കുറച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഗെയിമും കാര്യങ്ങളും ഒക്കെ. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു ജയിൽ ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സീസണിലെ മാത്രമല്ല മുൻ സീസണുകളിലെ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കട്ടി കൂടിയ ഒരു ടാസ്ക് കൂടിയായിരുന്നു ഇന്നലെ ബിഗ് ബോസ് ഒനീൽ സാബുവിനും അതുപോലെ തന്നെ ജിസേലിനും ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും എന്തോ പണി വരാനിരിപ്പുണ്ട്. അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഇവരത് സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടും മറ്റ് കണ്ടസ്റ്റൻസ് സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ടും എല്ലാം ഒരു വാർണിങ്ങും ചോദ്യം ചെയ്യലും ഒക്കെ ഈ ഒരാഴ്ച മിക്കവാറും എല്ലാ കണ്ടസ്റ്റൻസും തന്നെ ഒരു പരിധി വരെ എയറിൽ കയറാനുള്ള സകല ചാൻസും ഉണ്ട്. ഒനീൽ സാബ് ഭാഗ്യമുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറക്കി നേരെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. വോട്ട് കുറവുള്ള കണ്ടസ്റ്റൻസിലുള്ള ഒരാൾ കൂടിയാണ് ഒനീൽ സാബു. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം പറയുക. ഈ ഒരു ജയിൽ ടാസ്ക് കൊടുത്തത് നന്നായോ, അതോ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് കൊടുക്കണോ, അതോ ഇതിലും കട്ടിയായിട്ടുള്ളത് നമ്മുടെ കണ്ടസ്റ്റൻസിന് കൊടുക്കണോ? ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങളും ഷെയർ ചെയ്യൂ. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ബിഗ് ബോസ് തീരുമാനിക്കാൻ പോകുന്നത് എന്ന്. മോർണിംഗ് അവർക്ക് എന്ത് ശിക്ഷയായിരിക്കും കൊടുക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ലാലേട്ടൻ വരുന്നത് വരെ ആ ജയിലിൽ തന്നെ കിടത്തുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.